ഈ രാഹുൽ ഗാന്ധി വീണ്ടും അപഹാസ്യനായി തീർന്നു എന്നൊരു സംശയം. അതും ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു വെടി പൊട്ടിച്ച് അതൊന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പം ഇത് രാഹുൽ ഗാന്ധിക്ക് തന്നെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് തന്നെ ഒരു വലിയ ബോംബാണ്. രാഹുൽ ഗാന്ധിക്ക് അതൊരു ഹിപ്പോക്രാറ്റിക് ബോംബെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹിപ്പോക്രസിക്ക് മുകളിലിട്ട ഒരു ബോംബാണെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായി അദ്ദേഹം ഇങ്ങനെ വലിയ ബഡായികൾ അടിച്ചു വിടുന്നു. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഇലക്ഷനിൽ 14 മാസം ഹരിയാന ആണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഹരിയാന ഇലക്ഷനിൽ ഇത് മുമ്പ് നമ്മൾ 2 മഹാദേവപുരത്തെയും മഹാരാഷ്ട്രയിലെയും കഥ പറഞ്ഞു. അതെല്ലാം ജനത്തിനും എല്ലാം ബോധ്യമായി ഇത് വെറും പടമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും അതേ നാണയത്തിൽ അദ്ദേഹം വീണ്ടും ഒരു കഥയും കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഹരിയാന ഇലക്ഷനിൽ നമുക്കൊന്ന് നോക്കാം. ഹരിയാന ഇലക്ഷനിൽ അദ്ദേഹം പറയുന്ന 25 ലക്ഷം കള്ള വോട്ടുകൾ നടത്തിയിരിക്കുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് BJP കള്ള വോട്ട് നടത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ജയിച്ചത്. ഞങ്ങൾ 22,000 വോട്ടിൻ്റെ, എന്നിട്ട് പോലും 22,000 വോട്ടിൻ്റെ വ്യത്യാസം ഞങ്ങൾക്കുള്ളതാണ്. ഇദ്ദേഹം ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ അതിൻ്റെ ചുമ്മാ ഒന്ന് കണക്ക് നോക്കി. 90 അസംബ്ലി സീറ്റാണ് അവിടെ ഉള്ളത്. 90 അസംബ്ലി സീറ്റുള്ള ഹരിയാനയിൽ 25 ലക്ഷം വോട്ട് നടന്നിരിക്കുന്ന പറയുന്നത്. അതായത് ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് 27,000-ഓളം വോട്ട്, കള്ള വോട്ട്. ഇപ്പോൾ 27,000 വോട്ടെന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷമൊക്കെയാണ് അവിടുത്തെ ശരാശരി വോട്ട് വരുന്നത്. അപ്പോൾ അതിൽ 8-1 എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോൾ കണക്ക് നോക്കിയപ്പോൾ 1/4 ഭാഗത്തോളം വരികയാണ് ഇദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം. 1/4 ഭാഗത്തോളം വോട്ടുകൾ കള്ളവോട്ടാണെന്ന് പറഞ്ഞത്. ഇദ്ദേഹം എവിടെ പോയിരുന്നു? അതായത് 4 പേര്, 1/4 ഭാഗം എന്ന് പറയുമ്പോൾ എന്താ പറയുക, 4 പേര് വോട്ട് ചെയ്യുമ്പം ഒരാൾ കള്ളവോട്ടാണ്. ചേട്ടാ, ഇങ്ങനെ ഒരു കള്ളവോട്ടുണ്ടോ? അതായത് 100 പേര് വോട്ട് ചെയ്യുമ്പം 25 പേര് കള്ളവോട്ട്. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി അവിടെ എന്ത് ചെയ്യായിരുന്നു? ഈ 14 എന്ന് അദ്ദേഹം പറഞ്ഞു, ഭയങ്കര ബൃഹത്തായ ഒരു സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. ഭയങ്കരമായ ഒരു വേലയാണ് അദ്ദേഹം കാണിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ 14, 1-2 അല്ല, 14 മാസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ അന്ന് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പരാതി കൊടുക്കാമായിരുന്നു. കരട് പ്രസിദ്ധീകരിച്ചു, പോട്ടെ, അത് വിട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ സമയത്താണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയെന്ന് വിചാരിച്ചോ? അന്ന് പോലും കള്ള വോട്ടുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമല്ലോ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കഴിയുമല്ലോ. ഇത് 4 പേര് വോട്ട് ചെയ്യുമ്പോൾ ഒരുത്തൻ കള്ളവോട്ടെന്നാണ് പറയുന്നത്. ഇത് എന്തൊരു മറിമായമാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഇത്രയധികം വ്യാജ വോട്ടുകൾ. പിന്നെ ഒരാളെക്കുറിച്ച് പറഞ്ഞത് 220 കള്ളവോട്ടാൻ പറ്റാണ്, മറ്റേ ബ്രസീലിയൻ മോഡൽ. ഒരു 22 സ്ഥലത്ത് പോയി ചെയ്താൽ 22 സ്ഥലത്ത് ചെയ്തെന്ന് പിന്നെ പറഞ്ഞു കേട്ടോ, അത് തിരുത്തി. 22 സ്ഥലത്താണെങ്കിൽ പോലും അവരെത്ര പ്രാവശ്യം ഒന്ന് പോയി വോട്ട് ചെയ്യേണ്ടി വരും? നമ്മൾ ആലോചിച്ച് നോക്ക്. രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങി, വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേന് ഇനി 7 മണിയാണെന്ന് ചോദിച്ചാൽ 12 മണിക്കൂറെന്ന് വിചാരിച്ചു. 12 മണിക്കൂറാണെങ്കിൽ പോലും ഒരു അരമണിക്കൂർ വെച്ച് ഓടി നടന്നാലേ, ഈ അരമണിക്കൂർ എടുത്ത് ഓടി നടക്കണം ഈ 22 സ്ഥലത്ത് പോൾ ചെയ്യുന്നത് അല്ലേ? എന്തൊരു വിരോധാഭാസമാണ് അദ്ദേഹം പറയുന്നത്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു ബൂത്തിൽ നിന്ന് വേറൊരു ബൂത്തിൽ എത്താൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ക്യൂവിൽ നിൽക്കണം. അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും ഇല്ലാതെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? കുറഞ്ഞതൊരു 10 മിനിറ്റ്. അപ്പോൾ ഒരു ബൂത്തിൽ നിന്ന് വേറൊരു ബൂത്തിലേക്ക് ഓടാനുള്ള സമയം പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞ കള്ളവോട്ടിൽ ചെയ്ത ഈ നമ്മുടെ ബ്രസീലിയൻ മോഡൽ കള്ളവോട്ട് ചെയ്യാനായിട്ട് ഓടിയിരുന്നെങ്കിൽ ഇത്രയും. ഈ ബ്രസീലിയൻ മോഡലിനെ എങ്ങനെ കിട്ടിയെന്നുള്ളത് അല്ല, അതൊരു കാരണം വേറൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ബ്രസീലിയൻ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് ബ്രസീലിയൻ മോഡൽ വല്ല തിരിമറികളും BJP കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണോ എന്നാണ് ഞാൻ ആദ്യം വെച്ചത്. കാരണം ബ്രസീലിയൻ മോഡൽ ഇലക്ഷൻ തിരിമറി എന്നാണ് ഹെഡിങ് പല ചാനലിലും വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പുതിയ തന്ത്രങ്ങൾ വല്ലതും ബ്രസീലിൽ ഇറക്കിയ വല്ല ഫ്രോഡുകളും ഇവിടെ ആരെങ്കിലും ഇറക്കിയതാണോ, അതോ ഇനി BJP ഇറക്കിയെന്നാണോ അദ്ദേഹം പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ വളരെ ആകാംക്ഷയോടെ നോക്കിയപ്പോഴാണ് ഒരു ബ്രസീലിയൻ വനിതയുടെ പടം ഉണ്ടെന്നാണ് പറയുന്നത്. തലയ്ക്കകത്ത് ആളുവാസമുള്ള ആരും കള്ളവോട്ട് ചെയ്യാനാണെങ്കിൽ ബ്രസീലിയൻ വനിതയുടെ പടം വയ്ക്കില്ല. അതെ, ബ്രസീലിയൻ വനിതയുടെ പടം വെച്ചിട്ട് കള്ളവോട്ടിന് എന്നാൽ നമ്മൾ എന്തായാലും നോട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആ ഹരിയാനക്കാരി അല്ലെങ്കിൽ പോലും മലയാളിയുടെ പടം ഇട്ടാൽ പോലും ഉടനെ ആൾ പിടിക്കും ഇവിടെ അല്ലേ? ഒരു ഹരിയാനക്കാരിയുടെ പടം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു നോർത്ത് ഇന്ത്യക്കാരിയുടെ പടമെങ്കിലും ഇട്ടില്ലെങ്കിൽ
എങ്ങനെയാണ് അവിടെ അത് വിജയിക്കാൻ പോണത്? ഇതിപ്പോ ഇനി ഈ ബീഹാറിൽ ഇത് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഗുണകരമാകുമോ? ബീഹാറിൽ ഇതവർക്ക് ശരിക്കുള്ള ബോംബ് ഇട്ടിരിക്കുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറിൽ NDA മുന്നണിയുടെ തലയിലാണ് ഇദ്ദേഹം ബോംബിട്ടിരിക്കുന്നത്. സംഭവിക്കാൻ പോണത് ബീഹാറിൽ ഇന്ന് വരെ നടത്തിയിരുന്ന ഇലക്ഷൻ സ്ട്രാറ്റജികൾക്ക് പോലും ഒരു ബ്രേക്ക് വരുന്ന വിധത്തിൽ വേറൊരു തോട്ട് അദ്ദേഹം ഇലക്ഷൻ്റെ തലേദിവസം കൊണ്ടിടുകയാണ്. നമ്മൾ ഒരു ടെമ്പോയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിയാണ്, നമ്മളിങ്ങനെ ഗോൾ പോസ്റ്റിനടുത്തെത്തുമ്പം അതിൽ നിന്ന് ഡയറക്ഷൻ മാറ്റുന്ന വിധത്തിൽ അത് ആ ഗോളിലേക്ക് എത്തിക്കാനൊരു ബോളല്ലേ നമ്മൾ പാസ് ചെയ്യണ്ടേ, അതിന് പകരം ഈ ബോളിനെ തിരിച്ചെടുത്ത് നമ്മുടെ ബാക്കിൽ കൊണ്ടിടുന്ന പോലെ അല്ലെങ്കിൽ സെൻട്രലിൽ കൊണ്ടിടുന്ന പോലെ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. തേജസ്വി യാദവും സംഘവും BJP നേരിടാനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചത് ആൻറ്റി ഇൻകംബൻസിയാണ്, ഭരണവിരുദ്ധ വികാരം. അതുപോലെ തന്നെ നിതീഷ് കുമാർ എന്ന് പറയുന്നത് ഒരു ഒന്നാന്തരം ഒരു ഡെഡ് ബോഡി പോലെ ആയി തീർന്നു എന്നുള്ളതാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹത്തിന് ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, ഇദ്ദേഹത്തിന് ഇല്ല, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിക്ക് കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അടിക്കും, എന്നിട്ട് അദ്ദേഹത്തിനെ BJP തഴയുകയാണ്, അദ്ദേഹത്തിനെ കൊച്ചാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് രണ്ടും അവർ തന്നെ പറയുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഇനി ഇദ്ദേഹത്തിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. അദ്ദേഹം വീക്കായി, അദ്ദേഹം സിനിക്കലായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പറയുകയും ചെയ്യും BJP ഇദ്ദേഹത്തിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആളെ മാറ്റിയതല്ലേ നല്ലത്, അതും സമ്മതിക്കില്ല BJP. അദ്ദേഹത്തിന് പോപ്പുലാരിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. കാരണം ഗ്രാമങ്ങളിൽ അദ്ദേഹം ചെയ്ത സ്കീമുകൾ സ്ത്രീകൾക്ക് വളരെ ഗുണകരമായിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിൻ്റെയും പേര് ഒരുപോലെയാണ് അവർ സ്ത്രീകൾ ഉച്ചരിക്കുന്നത്. കാരണം അവിടുത്തെ ഗ്രാമങ്ങളിൽ കക്കൂസുകളില്ലായിരുന്നു. പല ഗ്രാമങ്ങളിലും അത് നരേന്ദ്രമോദി ഇത് കണ്ടുപിടിക്കാൻ കാരണം അദ്ദേഹം പലപ്പോഴും ഈ RSS പ്രചാരകനായിരുന്നപ്പോഴേ UP-യിലും ബീഹാറിലും ഒക്കെ പലയിടത്തും പോയി നടന്നപ്പോൾ അദ്ദേഹത്തിന് അറിയാം രാത്രി 7 മണിയൊക്കെ ആകുന്നവരെ പിടിച്ചു വെച്ചേക്കും. കാരണം ഈ പകൽ പോയി പറ്റില്ലല്ലോ. അപ്പോൾ രാത്രി പോകുമ്പോൾ രാത്രി സമയത്താണ് പാമ്പുകൾ ഇറങ്ങുന്നത്. 7 മണിയാകുമ്പോൾ ഇരപിടിക്കാൻ പാമ്പുകൾ ഇറങ്ങും. ആ സമയത്താണ് ഇവർ ഈ പൊന്തക്കാട്ടിൽ പോയിരുന്നത്. ഒരുപാട് സ്ത്രീകൾക്ക് പാമ്പ് കടിയേറ്റ് മരിക്കാനുള്ള ഇടയായിട്ടുണ്ട്. കാരണം അവിടെ ആൻറ്റിവെനമൊന്നും അപ്പോൾ കിട്ടില്ല. ഏതെങ്കിലും നാട്ടുവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകും, എന്തെങ്കിലും പച്ചില മരുന്ന് തേക്കും, അന്നോ അതിൻ്റെ പിറ്റേ ദിവസം ആ സ്ത്രീ മരിക്കും. കക്കൂസിൽ പോകാൻ ശ്രമിക്കവേ മരിച്ച ഒത്തിരി സ്ത്രീകളുണ്ട്. UP-യിലുണ്ട്, ബീഹാറിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അന്ന് ഈ ശൗചാലയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിപ്ലവം നടത്തിയത്. അപ്പം നമ്മുടെ ഇവിടെയുള്ള ആൾ കളിയാക്കിക്കൊണ്ടിരുന്നു, ഇദ്ദേഹത്തിന് നല്ല സുഖമില്ലേ, ഇദ്ദേഹത്തിന് മറ്റേ മോഡേണൈസ് ചെയ്യാൻ ഇന്ത്യയെ ആധുനികവൽക്കരിക്കുന്നു, എന്നിട്ട് അദ്ദേഹം കക്കൂസാണോ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അത് ബീഹാറിലെയും UP-യിലെയും മധ്യപ്രദേശിലെയൊക്കെ സ്ത്രീകൾക്കറിയാം എന്താണ് നരേന്ദ്രമോദി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇവിടെയുള്ളവർക്കറിയില്ല, ഇവിടുത്തെ സ്ത്രീകൾക്കും അറിയില്ല. അപ്പം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ഗ്രാമീണർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അവിടെ വൈദ്യുതിയില്ല, എല്ലാ സ്ഥലത്തും ഇപ്പോൾ വൈദ്യുതിയായി. റോഡ് പലയിടത്തും ഇല്ല, അവിടെ ഇപ്പോൾ റോഡായി. ഗ്യാസ് ഒരു പ്രധാനമാണ്. ഗ്യാസ് എന്ന് വെച്ചാൽ ഇവർക്ക് അതും വേറൊരു കാര്യം എടുത്ത് പറഞ്ഞിട്ടാണ് മിക്കവാറും സ്ത്രീകൾക്ക് ബ്രോങ്കൈറ്റിസ് ആണ്. കാരണം ഈ പന്ന കമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് കത്തിച്ച് ഊതി ഇപ്പം നമ്മൾ ഊതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രീത്ത് എടുക്കുകയല്ലേ ഇന്ന്. തിരിച്ചെടുക്കുമ്പം ഇത് കംപ്ലീറ്റ് നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. ഈ പുകയും അതിൻ്റെ ചാരവും എല്ലാം കൂടെ ഏതാണ്ട് നല്ലൊരു ശതമാനം സ്ത്രീകൾക്ക് ബ്രോങ്കൈറ്റിസ് ആണ്. ഖോ എന്ന് ചുമച്ചുകൊണ്ടാണ് നടക്കുന്നത് പലരും. അപ്പോൾ ഇത് നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. എല്ലാം വളരെ താഴെത്തട്ടിലുള്ള ജനത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ്, തോട്ട് പ്രോസസ്സ് കൊണ്ട് നടത്തിയതാണ്. റോഡ് എന്തുകൊണ്ടുണ്ടാക്കി? അദ്ദേഹം പോയ സ്ഥലങ്ങളിലെല്ലാം റോഡില്ല. ആൾക്കാർ പോകുന്നത് ടിക്കെന്ന് ഇങ്ങനെ ഓടുന്ന ട്രാക്ടറിലേക്കാണ്. ആ ട്രാക്ടർ പോലും നേരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒന്നിങ്ങനെയാണ് പോകുന്നത്. ബീഹാറിലൊക്കെ ഇവിടുന്ന് IAS ഓഫീസർമാർ ഈ ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോയിട്ട് വന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ പോയി ഞങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കും. കാരണം വെച്ചാൽ ഒന്നും പറ്റില്ല. എവിടെ പോകാനാണ്? പോകുന്നെങ്കിൽ ഈ ട്രാക്ടറാണ് നമ്മുടെ ചങ്ക് വെളി വരുമെന്ന് പറയുകയാണ്. ഈ ചാട്ടൻ ചാടി 10 കിലോമീറ്റർ തേച്ചാൽ വണ്ടി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചങ്ക് വെളി വരുന്ന അവസ്ഥയുള്ള ഗ്രാമങ്ങളെ ഇന്ന് അദ്ദേഹം ടാറിട്ട റോഡായി, കച്ചാ റോഡ് പക്കാ റോഡാക്കി. മനസ്സിലായില്ലേ? രാത്രിയിൽ പാമ്പ് കടിയേറ്റ് കൊണ്ട് കക്കൂസിൽ പോയിരുന്ന സ്ത്രീകൾക്ക് ഇന്ന് വീട്ടിൽ ഏത് സമയവും മൂത്രമൊഴിക്കാനും കക്കൂസിൽ പോകാനുള്ള സൗകര്യം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ നിസ്സാര കാര്യമല്ല.
ഇരുട്ടത്ത് പിന്നെ മണ്ണെണ്ണ വിളക്കിന് മുമ്പിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഇന്ന് വിളക്കിൻ്റെ മുമ്പിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ബ്രോങ്കൈറ്റിസ് വന്ന് കഷ്ടപ്പെട്ടിരുന്ന പിന്നെ അടുപ്പിൽ ഊതിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്ത് അവരുടെ ജീവിതം ഈസിയാക്കി, ആരോഗ്യപൂർണ്ണമാക്കി. ഇതൊക്കെയാണ് പിന്നെ നരേന്ദ്രമോദിയെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇഷ്ടപ്പെടാനുള്ള കാരണം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇതിനകത്തൂടെ ബീഹാറിൽ തിരിച്ചടി തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം ഈ പിന്നെ ഇപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടാണ് ഇപ്പം തേജസ്വി പറഞ്ഞുകൊണ്ടാണുന്നത് ഇവിടെ പിന്നെ നിങ്ങൾക്ക് ആർക്കും ജോലിയില്ല. അപ്പോൾ അവിടെ കിട്ടാവുന്ന ഒരു പോയിന്റ് അതേ ഉള്ളൂ. പലരും വിദേശത്തൊക്കെയാണ്, ഈ അന്യ സംസ്ഥാനങ്ങളിലൊക്കെയാണ് പിന്നെ പുരുഷന്മാർ. നമുക്കിവിടെ അറിയാലോ, ബംഗാളിയിൽ നിന്ന് പറഞ്ഞ് ഇവിടെ വരുന്ന അധികം ബീഹാറികളാണ്, അല്ലേ? അതെ, അവരെല്ലാം മൊത്തത്തിൽ ബംഗാളി എന്ന് പറയുമെങ്കിലും അവരെല്ലാം ബീഹാറികളാണ് അധികവും. അപ്പോൾ ഈ ബീഹാറിൽ നിന്ന് വരുന്നവരെന്ന് പറയുന്ന ആൾക്കാർ അവിടെ തൊഴിൽ കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്നതാണ്. സംഗതി ശരി തന്നെയാണ്. പക്ഷേ അപ്പോൾ അത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇപ്പം പിന്നെ നരേന്ദ്രമോദിയുടെ പലവിധ സ്കീമുകൾ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ 10,000 രൂപയൊക്കെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ഇട്ടത്. കാരണം അവർക്ക് എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എല്ലാം അവിടെ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അപ്പോൾ അതിനെ അട്ടിമറിക്കാനാണ് പുതിയ ഒരു വീട്ടിന് ഒരു സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ 2,70,00,000 വീടുകൾക്ക് ഒരാളെ വെച്ച് സർക്കാർ ഉദ്യോഗം ഇമ്പോസിബിളാണ്. അവിടെ ചീഫ് സെക്രട്ടറി മുതൽ പിയൂൺ വരെയുള്ളത് 26,000 പോസ്റ്റുകളെന്നാണ്, റെഗുലർ പോസ്റ്റുകൾ. പിന്നെ ഉണ്ട് സൂപ്പർ, അങ്ങനത്തെ കുറച്ച് പോസ്റ്റുകളൊക്കെ കാണും. അല്ലാതെ റെഗുലർ പോസ്റ്റുകൾ 26,000 പോസ്റ്റുകളാണെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അവർക്ക് ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നത്? IAS ഓഫീസർമാർ, അങ്ങനത്തെ ഉള്ള പോസ്റ്റുകൾ, പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഉള്ളത്. കളക്ടറേറ്റിലൊന്നും, നമ്മുടെ ഇവിടുത്തെ കൂട്ട് കളക്ടറേറ്റിലൊന്നും അത്ര വലിയ പോസ്റ്റൊന്നുമില്ല. എല്ലാം വളരെ സ്കെൽട്ടൻ സ്റ്റാഫാണ്. അവിടെ അദ്ദേഹം 2,70,00,000 പിന്നെ തൊഴിൽ കൊടുക്കുന്നവർ ഈ പറഞ്ഞ സാധനങ്ങളെ മുഴുവൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, കർട്ടൻ ഇട്ടുകൊണ്ട്, ഇന്നലെ ആ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് 24 മണിക്കൂർ നമുക്ക് സമാധാനമായിട്ട് ചിന്തിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബോംബ് കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ബോംബാണ് ഇപ്പോൾ അവിടെ പൊട്ടിയത്. ഈ ബോംബ് പൊട്ടി, ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആളുകൾ ചർച്ച. എന്നിട്ടും അതൊരു ഹെൽത്തി ബോംബാണെങ്കിലും തിരക്കില്ല. ഇത് ഇവിടെ എല്ലാം കള്ളവോട്ടാണ്, BJPയും പാർട്ടിയും ജയിക്കും, നമ്മളിനി വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തോട്ട് വരുന്ന വിധത്തിലുള്ള പ്രോസസ്സാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് വോട്ട് ചെയ്യാൻ പോകുന്നവനെ നിരുത്സാഹപ്പെടുത്തുക. കോൺഗ്രസ്സുകാരൻ വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ RJDക്കാരൻ എന്തിനു വോട്ട് ചെയ്യാൻ പോകണം, എല്ലാം കള്ളവോട്ടല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഉള്ളൊരു സാധനമാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അവിടെയൊന്നും കൂടുതൽ പേർക്ക് ജയിച്ചിട്ടില്ല. തേജസ്വി ഇത് തൊട്ടിട്ടില്ല. തേജസ്വി എന്നല്ല, ഇന്ത്യ മുന്നണി ഇതിനെ ടേക്കപ്പ് ചെയ്തിട്ടില്ല. പിന്നെ അവർ ഈ TV ഡിബേറ്റിലെ ഡിസ്കഷനിലൊക്കെ ഈ DMKയുടെയും ശിവസേനയുടെയൊക്കെ ആളുകൾ 1-2 പേര് വന്നിരുന്ന് പറയുക, അത് അദ്ദേഹം പറഞ്ഞ ശരി തന്നെയാണ്, കറക്റ്റ് തന്നെയാണെന്ന് പറയും. പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ബബ്ബ വയ്ക്കുകയും ചെയ്യും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞില്ലേ, 4 പേര് നിൽക്കുമ്പോൾ ഒരുത്തൻ കള്ളവോട്ട് ചെയ്യുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം എങ്ങനെയാണത് അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ കഴിയുക? ഒരു അപക്വമായ അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും പിന്നെ യൂസ്ലെസ് ആണെന്ന് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുകയാണ്. കാരണം ഒരു പാർട്ടിയുടെ ഏറ്റവും, അദ്ദേഹം പറഞ്ഞ ഐ ഹാവ് നോ റോൾ, മൈ റോൾ ഈസ് ടു ഫൈറ്റ് ഇൻ ദ ഇലക്ഷൻ, പ്രിപ്പയർ ദ പ്രോപ്പർ ഇലക്ഷൻ, പിന്നെ എന്താ വോട്ടർ ലിസ്റ്റ് ഈസ് ദെയർ ഡ്യൂട്ടി, എൻ്റെ ഡ്യൂട്ടി അല്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? പ്രോപ്പർ വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം BLOയ്ക്കും ഉണ്ട്, ബൂത്ത് ഏജൻറ്റിനും ഉണ്ട്. അതാത് പാർട്ടികളുടെ ബൂത്ത് ഏജൻറ്റിൻ്റെയും കൂടെ കടമയാണ്. BJPക്ക് എത്ര വോട്ടുണ്ട് അവരെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റ് കയറ്റുക, കോൺഗ്രസിന് എത്ര വോട്ടുണ്ട് അവരെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റ് കയറ്റുക, CPMന് എത്ര വോട്ടുണ്ട് അവരെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റ് കയറ്റുക. അതാത് പാർട്ടികളുടെ കടമയും കൂടെയാണ്. എന്നിട്ട് ഇവിടെ അതുമാത്രമല്ല ചെയ്യുന്നത്, ചിലർ എതിർ പാർട്ടിയുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എടുത്തു കളയാനും കൂടെ നോക്കുകയാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് 100% പ്രിപ്പയർ ചെയ്യുന്നത് പാർട്ടികൾ തന്നെയാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഈ തമ്മിലുള്ള അടികളെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെട്ടിക്കളയരുത്, ഇവൻ വെട്ടിക്കളയരുതെന്ന് പറയുന്നതാണ് ഉള്ളത്. പിന്നെ ഓരോ പാർട്ടിയും അവർക്ക് ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ഒരു 10-600 സ്റ്റാഫുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു സംവിധാനം ചെയ്യണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ പേരിൽ നടന്നിരുന്നത് ബീഹാറിൽ 89 വരെ 48% വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് മുഴുവൻ ഈ റിഗ്ഗിങ് ആയിരുന്നാണ് പറയുന്നത്. എന്നോട് പറഞ്ഞത് TN ശേഷൻ എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷണറാണ് പറഞ്ഞത്. അവിടെയൊന്നും കയറാൻ പറ്റില്ലായിരുന്നു. ഒരു 4 മണിയാകുമ്പം കുറച്ച് ചട്ടമ്പികൾ വരും, പെട്ടിയെടുത്തുകൊണ്ട് പോകും, ഇതിൽ എത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രിസൈഡിങ് ഓഫീസറോട് ചോദിക്കും. അത്ര വോട്ട് അവരവിടെ കുത്തിയിടും, 10 എണ്ണം മറ്റുള്ള പാർട്ടികളുടെ ഇടും.
പെട്ടി കൊണ്ട് തിരിച്ചു കൊടുക്കും, കൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കാൻ പറയും. ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ബീഹാർ. ഈ കഥ പറഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ ഞാനിത് പല BJP-കാരും ചോദിച്ചു, നിങ്ങൾ ഈ പഴയ കഥകളൊക്കെ എങ്ങനെ എടുത്തിടാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ പിന്നെ അത് പിന്നെ ഇതിന് ബദൽ പറയുന്നതെന്നേ വിചാരിക്കുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പം ഇത് ശരിയാണ്, അതിന് ബദലായിട്ട് നമ്മൾ പറയുന്നതെന്നേ വിചാരിക്കുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങളത് പറയാത്തതെന്നാണ് പറഞ്ഞത്. ഇല്ലാതെ കഥ എടുത്താൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴത്തെ കഥ എടുത്താലും ഉണ്ടെന്നേ. റായ്ബറേലി നടന്ന കഥകൾ ഇപ്പോൾ എടുത്താൽ എത്ര കള്ളവോട്ടുണ്ട് അവിടെ നടന്നിട്ടുണ്ട്, എത്ര ഡബിളിംഗ് വോട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇത് സർവ്വസാധാരണമാണല്ലോ. ഇത് ഫലത്തിൽ ബീഹാർ ഇലക്ഷന് അദ്ദേഹം ഒരു ബോംബിട്ടിരിക്കുക. അവിടെ ഇലക്ഷനിൽ എന്താണോ അവർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മെസ്സേജ്, ആ മെസ്സേജിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കറുത്ത ബോംബ്, കരിപ്പുക ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് ക്ലിയറായി വരാൻ സമയമെടുക്കും. തേജസ്വിക്ക് ഒന്നുകൂടെ ഇയാൾ ഈ ബീഹാറിൽ കയറിപ്പോയതെന്ന് പറയാനുള്ള കാരണം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒന്നാം ഘട്ടത്തിൽ ഒരുപാട് ഫ്ലോപ്പുകൾ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ ബോംബ് ബീഹാറിൽ മഹാഗഡ്ബന്ധൻ്റെ തലയിലാണ് വീണിരിക്കുന്നത്. സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.